friends, welcome to Shali's Kitchen. ഞാൻ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്കൊരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 1.5 കപ്പ് പാലൊഴിക്കാം. ഓക്കെ, അത് ജസ്റ്റ് ചൂടാവട്ടെ. പാത്രത്തിലേക്ക് കുറച്ച് ജലാറ്റിൻ, ഞാനിപ്പോൾ 8 ഗ്രാം ജലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പിന് 8 ഗ്രാം ജലാറ്റിനാണ് കേട്ടോ. ഒരു 500 ml 8 ഗ്രാം ജലാറ്റിനാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ജലാറ്റിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ടിൽ തന്നെ ചൈന ഗ്രാസ് കൊടുക്കും. അതിലേക്ക് 50 ml ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുതിരാൻ വെക്കാം. ഞാൻ നോർമൽ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റിൽ ഇത് റെഡി ആയി വരും. ഓക്കെ, സോ 5 മിനിറ്റിൽ ഇത് റെഡി ആവും. ഓക്കെ, ജലാറ്റിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ചൂടാണുണ്ട്. ഈ സമയത്ത് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യുക. 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ ഷുഗർ ആഡ് ചെയ്യുക കേട്ടോ. കണ്ടൻസ് മിൽക്ക് ഇട്ട് ഉണ്ടാക്കുന്ന പുഡിംഗ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ജലാറ്റിനില്ലേ അത് ഇട്ട് കൊടുക്കുക. ജലാറ്റിൻ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം ഈ മിൽക്കിൽ ഡിസോൾവായി വരണം. നമ്മൾ ഓൾറെഡി ജലാറ്റിൻ വെള്ളത്തിൽ ഇതാക്കിയിട്ടതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് ഡിസോൾവായി പോരും. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് എല്ലാം നന്നായി ഇളക്കി കൊടുക്കുക. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് ഇത് വറ്റിക്കൊന്നും വേണ്ട. തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പിസ്തയുടെ എസൻസ് ഇല്ല അത് ഇട്ട് കൊടുക്കുക. 2-3 ഡ്രോപ്പ് ഇടുമ്പോൾ തന്നെ നമുക്കൊരു കളറ് കിട്ടും. ഞാനത് 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് പിസ്സയുടെ കളറില്ലേ, ലൈറ്റ് ഗ്രീൻ, അതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ എനിക്ക് വേണ്ടത്. അപ്പം ഞാനത് ഈ കളറാണ് വേണ്ടത്. അപ്പം ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പിസ്റ്റാച്ചിയോ ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒരു പാൻ എടുക്കുക. പുഡിങ് ഏതിലാണ് സെർവ് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഓക്കെ, മിക്സ്. ഇനി ഇത് കുറച്ച് കൂളായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 hours എങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് സെറ്റായിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി പിസ്റ്റാച്ചിയോ ഇങ്ങനെ ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാനിത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇനി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം.